അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മഹാനായ സഫ്വാൻ സഖാഫി പത്തപ്പിരിയം അറിവിനിലാവ് ഉസ്താദ് ഉംറക്ക് പോയിരുന്നു. ഇപ്പോൾ മദീനയിലാണ്. വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ 12-ാം ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിവസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് മൗലിദിന്റെ സദസ്സുകളും സ്വലാത്ത് മജ്‌ലിസുമൊക്കെ നടത്തുമ്പോൾ ഉസ്താദ് വർഗ്ഗം പുണ്യമായ മദീനയിലായിരുന്നു. അതിന്റെ ചില കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണിക്കാം. മാത്രമല്ല ഒരു ദുഃഖവാർത്ത കൂടി ഉസ്താദ് അവറുകൾ തന്നെ വിശദീകരിക്കുന്നു. അത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉസ്താദാണ്, പരിശുദ്ധ മക്കയിലാണുള്ളത്. നമ്മുടെ കൂടെ പരിശുദ്ധ റജബ് മാസത്തിൽ ഉംറക്ക് വന്നിരുന്ന നമ്മുടെയൊക്കെ കൂടെ വളരെ സജീവമായി ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് രോഗം കാരണം കുറച്ചു കാലം വല്ലാതെ വിഷമിച്ചു. ഈ പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രിയപ്പെട്ട റഫീഖ് ലോകത്തോട് വിട പറഞ്ഞ് അള്ളാഹു റഫീഖ് ചെയ്ത നന്മകളൊക്കെ കബൂലാക്കി റഫീഖ് ഖാൻ്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കട്ടെ. ദോഷങ്ങളും അവർക്കും നമുക്കും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. റഫീഖ് ഖാൻ്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കട്ടെ. ഇൻഷാ അല്ലാഹ് മക്കത്താണുള്ളത്. ഇവിടുന്ന് പ്രത്യേകം ഇന്ന് തന്നെ എല്ലാ ഹാജിമാരെ കൂട്ടിയിട്ടും ദുആരക്കും അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു ആശ്വാസവും സമാധാനവും അള്ളാഹു നൽകട്ടെ. റഫീഖ് ഖാൻ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെ നമ്മളെ കൂടെ ഉംറക്ക് വന്ന് മരിച്ചുപോയ വേറെയും കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ അള്ളാഹു സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. എല്ലാവരും റഫീഖ് ഖാക്ക് വേണ്ടി, നമ്മുടെ ഒരു കൂടപ്പുറപ്പാണ്, റഫീഖ് ഖാക്ക് വേണ്ടിയിട്ട് ഒരു യാസീനാണ് എല്ലാവരും ഓതണം ഇൻഷാ അല്ലാഹ്. നമുക്കതൊന്ന് പ്രത്യേകം നമുക്ക് ദുആരക്കാം കേട്ടോ. എല്ലാവരും റഫീഖ് ഖാൻ്റെ പേരിൽ യാസീൻ ഏറ്റെടുക്കണം. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് 2 മണി മുതൽ കഥ പറയുന്ന മദീന എന്ന ഉസ്താദിൻ്റെ പ്രോജ്വലമായ പ്രഭാഷണം പലരും ഇതുവരെ കേട്ടവരായിരിക്കും. ഇൻഷാ അല്ലാഹ് അത് ഇനി മുതൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഉസ്താദിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും ഓരോ വിഷയത്തിലുള്ള ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളും ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൈവായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല. ഒരാഴ്ച ഇത്തരം ഒരു വേറെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഉസ്താദിന്റെ പ്രഭാഷണം തുടരെയായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ആ ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കുവാനും ആ മജ്‌ലിസിൽ എല്ലാവരും പങ്കാളികളാവാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിന്ന് ചെയ്തിട്ടുണ്ടാകും. എല്ലാവരും ജോയിൻ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചൊരിയട്ടെ. പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.